പ്രിയപ്പെട്ടവരെ, കുംഭക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന അവരിലെ പ്രധാനപ്പെട്ട 10 സവിശേഷതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കുംഭക്കൂറുകാർ എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനത്തെ അരഭാഗം, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഇത്രയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂറിൽപ്പെട്ടവർ അവരുടെ പ്രകൃതത്തിലുള്ള ചില സവിശേഷതകൾ കൊണ്ടാണ് വിജയം നേടിയെടുക്കുന്നത്. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒട്ടും വിജയം നേടാത്ത കുംഭക്കൂറുകാരും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിജയത്തിൻ്റെ നാന്ദി കുറിക്കാനുള്ള നമ്മുടെ കഴിവുകളെ നമ്മൾ പൂർണ്ണമായിട്ടും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. പക്ഷേ ഇതിൽ പരിഭ്രമിക്കേണ്ടതോ അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടതോ ആയിട്ടുള്ള കാര്യമില്ല. കാര്യം നമുക്ക് നമ്മുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേട്ടത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അതിന് സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത്. പൂർണ്ണമായിട്ടിത് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. കുംഭക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന 10 കാര്യങ്ങൾ പറയുമ്പോൾ 10ാമത്തേത് തൊട്ട് പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ 1ാമത്തേലേക്ക് എത്തിച്ചേരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായി ഹൃദയസ്ഥമാക്കാനും അവസാനം പറയുന്ന പ്രധാന പോയിന്റ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും പറ്റാത്ത ഉറവയായിട്ട് നിലകൊള്ളാനും അത് ജീവിതത്തിൽ പൂർണ്ണമായിട്ടൊരു പ്രസരിപ്പ് ഉണ്ടാക്കാനും സാധിക്കുന്ന തരത്തിലാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ 10ാമത്തെ പോയിന്റിലേക്ക് വരാം. അടിമത്ത മനോഭാവം ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക കാര്യങ്ങളിൽ അങ്ങ് തലകുനിച്ചു പോയാൽ, അടിമയായി നിന്നുപോയാൽ അവരുടെ ജീവിതം അവിടെ പെട്ടുപോകും. പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ ശിരസ്സുയർത്തി മുന്നോട്ട് നടക്കുമ്പോൾ നമ്മളെ അടിമയാക്കി വച്ചിരുന്നവരെല്ലാം പിന്നീട് തലക്കനമൊക്കെ ഒഴിവാക്കി നമ്മുടെ പിന്നാലെ സഞ്ചരിക്കുന്നതും കാണാൻ കഴിയുന്നതാണ്. ഇവിടെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ പലപ്പോഴും ആരെങ്കിലും തങ്ങളെ അടിമയാക്കി വയ്ക്കുന്നതിന് കുട പിടിക്കുകയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ മുകളിലേക്ക് ഒരു യജമാനെ നിയോഗിക്കുമ്പോഴാണ് നമ്മൾ അടിമയായി ഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു തൊഴിൽശാലയിൽ നമുക്കൊരു ബോസ് ഉണ്ടാവും, അവരുടെ അണ്ടറിൽ നമ്മൾ ജോലി ചെയ്യും. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല, അതൊരു കീഴ്വഴക്കമാണ്. നമ്മൾ നിയമങ്ങളെ അനുസരിക്കുമ്പോൾ നമുക്ക് മുകളിലൊരാളുണ്ടാവും, അതും കീഴ്വഴക്കാണ്. അല്ലാതെ നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ചില വ്യക്തികൾ നമ്മളെ അടിമപ്പെടുത്താൻ നോക്കും. അടിമപ്പെടുത്തുകയല്ല, സഹവർത്തിത്വമാണ് വേണ്ടത്. പരസ്പരം മൂല്യങ്ങളെ അളന്ന് പരസ്പര ബഹുമാനിതരായിട്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുമ്പോഴാണ് അവിടെ നിയതമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഒരാൾ ആജ്ഞാശക്തി കൊണ്ടോ മണി പവർ കൊണ്ടോ അധികാരം കൊണ്ടോ ഒരാളെ അടക്കി ഭരിക്കുകയാണെങ്കിലും അവിടെ ജനാധിപത്യം നടക്കുകയില്ല. ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുംഭക്കൂറുകാർ പിടിച്ചു നിൽക്കില്ല. അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കി അവർ സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളിലേക്ക് സഞ്ചരിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കാനും ശ്രമിക്കും. ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ വിജയകരമായിട്ടുള്ള കാര്യമാണ്. 9ാമത്തെ കാര്യം ധൈര്യശാലികൾ എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും, അയ്യോ ഞങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് പലതരം ഭയങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിനെയെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന വീട്, വാഹനം, അങ്ങനെ എന്ന് വേണ്ട നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി മുതൽക്കൂട്ടായിട്ട് വച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ സഹായിക്കാനോ നമ്മളിൽ ഉണ്ടാകുന്ന പലതരം ഭയങ്ങളെ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതവേ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ധൈര്യബോധമുള്ളവരാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ കുറച്ച് ഭീരുത്വം അവർ പ്രദർശിപ്പിച്ചാലും ശരി, ആർജവത്തോടു കൂടി പെരുമാറാനും ജീവിതത്തെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോകാനും കഴിയുന്ന വ്യക്തികളാണ്. ചില പ്രത്യേകതരം ആൾക്കാരുടെ മുന്നിൽ കഴിഞ്ഞുകൂടുന്ന കുറച്ച് കാലയളവിൽ ഇവർ ചിലപ്പോൾ ഇത് കുറച്ച് ഭീരുക്കളായിട്ടോ അസന്തുഷ്ടിയോടു കൂടിയോ കാണപ്പെടും. എന്നാൽ ആ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലെ പവറിനെ തിരിച്ചറിയുകയും നന്നായിട്ട് ജീവിതത്തിൻ്റെ നിലവാരത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ പോയാൽ മാത്രമേ ഈ കുംഭക്കൂറുകാർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോഴും പേടിച്ചരണ്ട് എവിടെയെങ്കിലും കഴിഞ്ഞു കൂടുകയാണെങ്കിൽ, നിങ്ങളുടെ സ്വത്വബോധത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നിങ്ങൾ വിജയിക്കാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്.
നമ്മൾ എവിടെയാണ് അടിമയായിപ്പോയത്, എവിടെയാണോ നമ്മൾ ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോയത്, അതൊക്കെ മനസ്സിലാക്കി തിരുത്താനുള്ള പ്രേരണ ഇനി മുതലെങ്കിലും നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. തുടങ്ങിയിട്ടുള്ളവർ വിജയിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എട്ടാമത്തെ കാര്യം, ശത്രുക്കളെ വേഗത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും പല വ്യക്തികളും പറഞ്ഞു കേൾക്കുന്നത്, ഞാൻ ആരുടെ അടുത്തും തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ശത്രു ഉണ്ടാകുകയില്ല എന്നാണ്. മാൻ സിംഹത്തിനോട് തെറ്റ് ചെയ്തിട്ടല്ല സിംഹം മാനിൻ്റെ ശത്രു ആകുന്നതും മാനിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വരുന്നത്. കാര്യം അത് ഇര തേടി നടക്കുന്ന ഒരു ജീവിയാണ് സിംഹം. അതിനെ ഇര പിടിച്ചേ പറ്റുള്ളൂ. ഇതുപോലെ ഇരപിടിയന്മാരായിട്ടുള്ള തങ്ങളുടെ ഉള്ളിലെ ആക്രാന്തം കൊണ്ട് പാവപ്പെട്ടവരുടെ മുകളിൽ കുതിര കയറാൻ നടക്കുന്ന കുറച്ച് പേര് നമ്മുടെ ഇടയിലും ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരാളടുത്ത് തെറ്റ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ശത്രു ഉണ്ടാവുകയില്ല എന്നൊരു പോയിന്റ് നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. നമ്മൾ തെറ്റ് ചെയ്യാത്തവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായി വരാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആള് ശത്രുവായി തനിക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പെരുമാറ്റത്തിലൂടെ ഇവരുടെ സാഹചര്യത്തിലുള്ള നീക്കങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടി ഈ വ്യക്തി നമുക്ക് പിൽക്കാലത്തേക്ക് തിരിഞ്ഞ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളാണെന്നുള്ള ഒരു അനുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഈ അനുമാനം എല്ലാം വാസ്തവമല്ല. നമ്മളൊരാളെ ചിലപ്പോൾ തെറ്റായിട്ട് നമ്മുടെ ശത്രുവായിട്ട് ധരിച്ചിരിക്കും. അതുകൊണ്ട് അത് ഈ കുംഭക്കൂറുകാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ നിരന്തരമായ നിരീക്ഷണത്തിലൊടുവിൽ മാത്രമേ ഇത് ശത്രുവാണെന്ന് ഉറപ്പിക്കുള്ളൂ. ഒരു സംശയം ഉണ്ടായിരിക്കും, പക്ഷെ അതോടുകൂടി ഇയാൾ ശത്രുവാണെന്ന് കരുതുന്ന ഒരു ശീലമൊന്നുമില്ല. അങ്ങനെ കരുതിപ്പോണെങ്കിൽ അതും തെറ്റായ കാര്യമാണ്. നിരന്തരമായ നീക്കങ്ങൾക്കിടയിൽ പല എവിഡൻസും കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ഇവർ ഇദ്ദേഹത്തെ ശത്രുവാണെന്ന് തിരിച്ചറിയുകയും പിന്നെ അവരെ തന്നെ അത് അറിയിക്കാതെ ബോധപൂർവ്വം അവരിൽ നിന്ന് അകലാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ഇത് ഇവരുടെ ജീവിതത്തിലെ വളരെ വിലമതിക്കുന്ന പ്രകൃതമാണ്. ഏഴാമത്തെ കാര്യം, ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നമ്മളിലെ പല വ്യക്തികളുടെയും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങും, ഒരു ആവേശത്തിൽ അങ്ങോട്ട് ആരംഭിക്കും, എന്നാൽ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ പകുതി വഴിയിൽ അത് കിടക്കുന്നതാണ്. ഓരോ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ആരംഭം കുറിച്ച് പിന്നീട് നഷ്ടപ്പെടുത്തുന്ന പല പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇവിടെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് ഇവർ തുടക്കമിടുന്നത് ഒരു ചാടിക്കേറി ഒരു ആവേശത്തിൽ ചെയ്യുന്ന കാര്യമല്ല. ഇവർ ചിന്തിച്ചുറപ്പിച്ചിട്ടാണ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടായാൽ പോലും തൻ്റെ ലക്ഷ്യപൂർത്തീകരണം വരെ ഇവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കുംഭക്കൂറുകാരെ പ്രകടമായ രീതിയിൽ വിജയിപ്പിക്കുന്ന കാര്യമാണിത്. ഇനി ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഈ പ്രകൃതം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയ അറിവ് നിങ്ങളെ തളർത്തിയതാണ്. അതൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് വിജയിക്കാനും കഴിയുന്നതാണ്. ആറാമത്തെ കാര്യം, അന്യരെ ദ്രോഹിക്കുന്ന ശീലമില്ല എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യരിൽ ചിലർക്ക് പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന കണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ കുംഭക്കൂറുകാർക്ക് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതോ മറ്റൊരാളുടെ എന്തെങ്കിലും പിടിച്ചു വാങ്ങി സ്വന്തമാക്കുന്നതിനോട് താല്പര്യമില്ല. പകരം തൻ്റെ കഴിവുകൊണ്ട് തനിക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ അങ്ങോട്ട് വിട്ടുകൊടുക്കാനും തയ്യാറാകുന്ന പ്രകൃതമാണ്. മറ്റൊരാളുടെ ധനമോ മറ്റോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തനിക്ക് അർഹമല്ല എന്നുള്ളത് കണ്ടിട്ട് അത് മടക്കി കൊടുക്കാനും താല്പര്യം ജനിക്കുന്നവരാണിത്. ഇവരുടെ നല്ല മനോഭാവം എപ്പോഴും ഇവർക്ക് വ്യക്തിത്വത്തിന് വില കൂട്ടുകയും ഇവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇവരെ ബഹുമാനം ഉണ്ടാവുകയും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ വിജയിപ്പിക്കാൻ മറ്റുള്ളവരുടെ ആ തുറന്ന ഇടപഴകലുകൾ അത് കാരണമാക്കി തീർക്കുകയും ചെയ്യും. ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മറ്റുള്ളവർക്ക് സന്തോഷം വരുന്നതും ഇതുകൊണ്ട് മാത്രമായിരിക്കും. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിത്യേന രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചിരുന്ന ഒരു രീതിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ. അഞ്ചാമത്തെ കാര്യം, ഭാവിയിലേക്ക് ചിന്തിക്കുന്നവർ എന്നുള്ളതാണ്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ചൊന്നും ഒരു ചിന്തയൊന്നും ഇല്ല. അവർക്ക് ഇന്ന് കിട്ടുന്നത് പോലെ ആസ്വദിച്ചങ്ങ് മുന്നോട്ട് പോകും. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യോ പൊത്തോന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച് പറയാൽ ഇന്നിൽ ജീവിക്കുക എന്നുള്ള മാത്രം മറുപടിയാണ് അവർ പറയുക. ഇന്നത്തെ ജീവിതം ആസ്വദിക്കുക, നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ശരിയാണ്, ചിലപ്പോൾ നമ്മൾ നാളെ ഉണ്ടാകാൻ
സാധ്യതയില്ല. മനുഷ്യൻ്റെ ജീവിതം എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളത്തേക്കൊരു കരുതൽ എന്ന് പറയുന്നത് അവൻ്റെ വിവേകം കൊണ്ട് ചിന്തിക്കണം. തേനീച്ചകളെല്ലാം തങ്ങൾ നാളെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല തേനീച്ചക്കൂട്ടിലേക്ക് തേൻ കൊണ്ടുവയ്ക്കുന്നത്. മരങ്ങൾ അതിൻ്റെ ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം നാളെക്കുറിച്ച് കൂടി പഠിക്കുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് ചില നീക്കിയിരിപ്പുകൾ നടത്തുക എന്നുള്ളത്. കുറുമ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ മനുഷ്യരിൽ ഈ ബോധമില്ലാത്തവരെല്ലാം ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പെട്ടുപോകുന്നതാണ്. ഇവിടെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അവിടെ മോശമായിട്ടുള്ള കാര്യം വന്നാലും നല്ലതായിട്ടുള്ള കാര്യം വന്നാലും അത് ഗുണപരതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മുൻകരുതലെടുക്കണം എന്ന് ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ഇന്നേ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കും. ഇത് ഇവരുടെ ജീവിതത്തെ വിജയകരമാക്കി മാറ്റുന്നതിൽ വലിയൊരു ചുവടുവയ്ക്കുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം തെറ്റുകൾ തിരുത്തി മുന്നേറുവാനുള്ള കഴിവ് എന്നുള്ളതാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് പലപ്പോഴും അവരുടെ അറിവ് കൊണ്ടോ അറിവില്ലാതെയൊക്കെ ചില തെറ്റുകളൊക്കെ സംഭവിച്ചു പോയേക്കാം. ചിലർ ആ തെറ്റിൽ അങ്ങ് കിടന്നു പോകും. അയ്യോ, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനൊരു കുറ്റവാളിയാണ് എന്നുള്ള രീതിയിൽ നിൽക്കും. എന്നാൽ ചിലരാകട്ടെ തൻ്റെ തെറ്റുകളെ മറച്ചു പിടിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുംഭക്കൂറുകാർ തങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനുള്ള ശ്രമം ആദ്യമേ ചെയ്യും. പിന്നെ തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് തെറ്റ് ഏറ്റുപറഞ്ഞ് തങ്ങളെ കൊണ്ട് ആകുന്ന സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഇതിവരുടെ വ്യക്തിത്വത്തിൻ്റെ വികാസമാണ്. അതായത് ചില കാര്യങ്ങളിങ്ങനെ മനസ്സിലിട്ട് നീറ്റിക്കാതെ അത് തുറന്നു പറഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന ആശ്വാസം മാത്രമല്ല, അതിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടാവുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം ചിന്തിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ ചെയ്യുക. മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലോ മറ്റോ പറ്റിയ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ വിജയിക്കാനുള്ള അവസരങ്ങളെ കിട്ടുകയാണ്. ഒരു കാര്യം എഴുതി തെറ്റിപ്പോയി, അത് അത് മാറ്റിയിട്ട് അടുത്ത വരി എഴുതണം. അല്ലെ അതിനെ അവിടെ ഇട്ട് ആ തെറ്റ് പറ്റി ഇനി ഇതിനെങ്ങനെ ശരിയാക്കാം എന്നുള്ളതല്ല, അത് വെട്ടിക്കളയുക, അടുത്ത വരി എഴുതുക. ഇതാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. ഇങ്ങനെ തിരുത്തിയാണ് ജീവിതത്തിനെ ക്ലിയർ ആക്കുക. മനുഷ്യർ അതിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോവുക. ഉരച്ചുരച്ച് പോളിഷ് ചെയ്യുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇത് കുംഭക്കൂറുകാർക്ക് കഴിയുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം തകർച്ചകളിൽ നിന്ന് കരകയറും എന്നുള്ളതാണ്. മനുഷ്യജീവിതത്തിൽ എപ്പോഴാണ് തകർച്ചകൾ വന്ന് കൂടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെങ്ങനെയെങ്കിലും വന്ന് ചിലപ്പോൾ വന്ന് കൂടിക്കളയും. നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് വരുന്നത്. പക്ഷേ ഇവിടെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തകർച്ചയുടെ ആഘാതം അനുസരിച്ച് അവർ ചിലപ്പോൾ കുറച്ചാൾ പെട്ടുപോകുമായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് കരകയറി വരാനുള്ള ഒരു മാനസിക ഒരു കരുത്തുണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ ധൈര്യശീലം, അത് ഇവരിലുണ്ട്. ഒരു ദിഷണാശക്തി, മാത്രമല്ല ഊർജം, ഇതെല്ലാം ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെ തകർച്ചയുടെ പടവുകൾ ഇറങ്ങിപ്പോയി എന്ന് പലരും കരുതിയ വ്യക്തികളും തിരിച്ച് കയറി വരുന്നത് കാണാം. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കാര്യങ്ങളുടെ ഡബിളായിട്ട് നേടിക്കൊണ്ട് അവർ മുന്നോട്ട് വരുന്നതായിട്ട് കാണാം. ഇത് ഇവരുടെ വളരെ മികച്ചതായിട്ടുള്ള ഒരു ശീലമാണ്. ഈ തകർച്ചകൾക്ക് മുന്നിൽ കീഴടങ്ങാതെ അതിനെ തരണം ചെയ്ത് വിജയിച്ച് വരാനുള്ള ശേഷി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം കാരുണ്യമുള്ള വ്യക്തിത്വം എന്നുള്ളതാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യനിലുള്ള കാരുണ്യമാണ്, സഹജീവികളോടുള്ള സ്നേഹമാണ്. അത് മനുഷ്യനെ മനുഷ്യത്വമുള്ള ആൾക്കാരായി മാറ്റും. ഇവിടെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാരുണ്യം, സഹൃദയത്വം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആലംബഹീനരെയും വേദന അനുഭവിക്കുന്നവരെയും കണ്ടെത്താനും അവർക്ക് തന്നാൽ കഴിയുന്ന സേവനങ്ങളെല്ലാം ചെയ്യാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ സാന്ത്വനിപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഇവർക്ക് കഴിയും. അവരുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയും അവരിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും എല്ലാം ഇവരുടെ ജീവിതത്തിൽ നന്നായി കിട്ടും. അത് ഇവരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുകയും ചെയ്യും. ഇനി ഒന്നാമത്തതും പരമപ്രധാനമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഇതിന് കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും ഇതിലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുക. എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുമോ, അതും പ്രയോജനപ്പെടുത്തുമല്ലോ. ഒന്നാമത്തെ കാര്യം,
വിജയം കാണുന്നത് വരെയുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശ്രമിക്കും, കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പം റിസൾട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ നിരാശനായി, അയ്യോ ഞാനിത് ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ, ഇനി ഗുണമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ചില മനുഷ്യർ ആ പ്രവൃത്തി പദത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നിരവധിയായിട്ടുള്ള പരാജയങ്ങളെ അതിജീവിച്ചാണ് ഇവർ വിജയപഥത്തിലേക്ക് എത്തിച്ചേരുക. അതായത് പരാജയം എന്നൊന്ന് പറയുന്നത് വിജയ വഴിയിൽ ഉള്ളതാണെന്ന് ഇവർക്ക് തിരിച്ചറിവുണ്ട്. അല്ല, ഞാനൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് വിജയിച്ച് കിട്ടുമെന്ന് ഇവർ തീരുമാനിക്കുന്നില്ല. ഞാനൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എനിക്ക് തന്നെയായിരിക്കും ഏറ്റവും ടോപ്പ് മാർക്കെന്ന് ഇവർ ധരിക്കുന്നില്ല. ഞാൻ എത്ര നന്നായിട്ട് ശ്രമിച്ചാലും ചില പാളിച്ചകൾ കൊണ്ട് എനിക്ക് കിട്ടാനുള്ളത് ചിലപ്പോൾ വൈകിപ്പോയേക്കാം, ചിലപ്പം പ്രതീക്ഷിക്കാത്തത് കിട്ടിയില്ല എന്ന് വന്നേക്കാം എന്നൊക്കെ ഒരു ബോധ്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായ പുതുക്കലുകളും നിരന്തരമായ കഠിനാധ്വാനവും ഇവർ നടത്തി ഒടുവിൽ ഇവർ വിജയപീഠം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ജീവിതത്തെ എന്നെന്നും ഉന്നതിയിലെത്തിക്കുന്നത് ഇവരുടെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 10 പോയിന്റുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് സ്വയം ഒന്ന് അവലോകനം ചെയ്തു നോക്കുക. ഒരു 7 കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. മറ്റുള്ള കാര്യങ്ങളും തനിയെ നിങ്ങളിലേക്ക് വന്നു ചേർന്നോളും. ഇനിയൊരു 5 കാര്യങ്ങൾക്ക് കീഴെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 7 കാര്യത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ അധികം വൈകാതെ തന്നെ സാധിക്കും. ഇനി ഈ പറഞ്ഞതിലും ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ അത് കുറച്ച് കഷ്ടകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും അവിടെ നിരാശപ്പെടേണ്ട. നിങ്ങൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി പതിയെ ഈ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അധികം വൈകാതെ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.